മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. അതേ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇന്ന് എല്ലാവരും ശാലോം ടിവിയുടെ മുന്നിലായിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരെയും പ്രാർത്ഥനയോടെ നഴ്സസ് ടൈമിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ഒരു നഴ്സ് തന്റെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത സാക്ഷ്യമാണ് നാമുമായി പങ്കുവെക്കുന്നത്. വലിയ ആഴ്ചയിലെ എല്ലാ ചൈതന്യവും സ്വീകരിച്ച് ദുഃഖവെള്ളിയാഴ്ചയിലെ സഹനത്തിന്റെയും ഉയർപ്പിന്റെ മഹത്വത്തെയും സ്വീകരിച്ച നമ്മുടെയും ജീവിതത്തിൽ ഈ അനുഭവ സാക്ഷ്യം സ്വാധീനം ചെലുത്തുമെന്നതിൽ ഒരു സംശയവുമില്ല. പ്രാർത്ഥനയോടെ നമുക്ക് ഈ അനുഭവ സാക്ഷ്യം ശ്രവിക്കാം. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ജോലി മേഖലകളിലും ധാരാളം സഹനങ്ങൾ കടന്നു വരാറുണ്ട്. സഹനങ്ങളിലൂടെ കുരിശിൻ്റെ വഴിയെ സഞ്ചരിക്കുന്ന ഡോളിയാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. ഡോളി, നാട്ടിലെവിടെയാണ്? ഞാൻ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എത്ര നാളായി ഡോളി ഇവിടെ യു എയിലായിട്ട്? ഞങ്ങൾ 15 വർഷത്തോളം ആയി ഇവിടെ യു എയിൽ വന്നിട്ട്. ഇവിടെ അജ്മാനിലൊരു ഹോസ്പിറ്റലിൽ 15 വർഷമായി ഞാൻ ജോലി ചെയ്യുന്നു. കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായും. എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഹസ്ബൻഡ് ഷാജി, ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. അതിൽ മാർട്ടീന മോള് 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. രണ്ടാമത്തെ മോന് കെൻ പോള്, അവൻ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. മൂന്നാമത്തെ കാരൻ അന്ന, അവൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ കുടുംബം. ഡോളി, കുറച്ച് നാളുകളായിട്ട് വളരെയേറെ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും പങ്കുവയ്ക്കാം. കാരണം ഞങ്ങളുടെ കുടുംബവും 15 വർഷത്തോളമായി അജ്മാനിൽ താമസിക്കുന്നു. മറ്റുള്ളവരെ പോലെ തന്നെ സന്തോഷത്തോടും ജീവിച്ചു വന്ന ഒരു കുടുംബം. അതിനിടയിലാണ് ഞങ്ങൾക്ക് 2012 ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സംഭവം കടന്നു വരുന്നു. ഞങ്ങളുടെ മോള് മാർട്ടീന മോൾ, മൂത്ത മോള്, അവൾക്ക് ഒരു ദിവസം പനി വരികയും പനി വന്നു എങ്കിലും അവൾ സ്കൂളിൽ പോയി. സ്കൂളിൽ നിന്നും അവൾക്ക് പിന്നെയും പനി വന്നു. അവിടുന്ന് ടാബ്ലറ്റ് കഴിച്ചു അവൾ തിരിച്ചു വന്നു. എങ്കിലും പിറ്റേ ദിവസവും അവൾ പനി വരുന്നു പോകുന്നു. അതുകൊണ്ട് പിറ്റേ ദിവസം അവളെ സ്കൂളിൽ വിട്ടു. പിറ്റേ ദിവസം അവൾ സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നപ്പം അവൾ എന്നോട് പറഞ്ഞു, മമ്മി എനിക്ക് ഇന്നും പനിയായിരുന്നു. അപ്പോൾ അവൾക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ നിനക്ക് എക്സാം ആയതുകൊണ്ടാണോ നീ പനിയാണെന്ന് പറയുന്നത് എന്ന് ചോദിച്ചു. പിറ്റേ ദിവസം അവൾ എക്സാം അതിന് വേണ്ടി തന്നെ സ്കൂളിൽ പോയി തിരിച്ചു വന്നു. പനി ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്തപ്പോഴാണ് ബ്ലഡിൻ്റെ റിപ്പോർട്ട് വന്നപ്പോഴാണ് ഡോക്ടേഴ്സ് പറയുന്നു ബ്ലഡിനകത്ത് കൗണ്ട് വളരെ കൂടുതലാണെന്ന്. അങ്ങനെ ബ്ലഡ് കൗണ്ട് കൂടുതലായതുകൊണ്ട് എന്തുകൊണ്ടാണ് ബ്ലഡ് കൗണ്ട് എന്നറിയാൻ വേണ്ടി അവളെ അഡ്മിറ്റാക്കി ഹോസ്പിറ്റലിൽ. അഡ്മിറ്റാക്കി 2-3 ദിവസമായിട്ടും അവളുടെ കൗണ്ട് ഒരു ഡ്രോപ്പ് പോലും കുറയുന്നില്ല. അങ്ങനെയാണ് കൊച്ചിനെ ഡിസ്ചാർജ് ആക്കി. പിന്നെയും ഞങ്ങളൊരു 2-3 ദിവസം വെയിറ്റ് ചെയ്തു.
കൗണ്ട് കുറയുന്നുണ്ടോ എന്ന് നോക്കി, ഇടയ്ക്ക് വന്ന് നോക്കി. സ്റ്റിൽ കൗണ്ട് സെയിം അങ്ങനെ തന്നെ തുടരുന്നു. അതിനിടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഒരു നേഴ്സ് എന്ന നിലയിൽ തുടർച്ചയായിട്ട് ബ്ലഡ് കൗണ്ട് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡോളിക്ക് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും എനിക്ക് കൗണ്ട് കൂടുതൽ എന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു വിഷമവും എന്തായിരിക്കാം എന്നുള്ള ഒരു വേവലാതി ഉണ്ടായിരുന്നു. അത് പക്ഷേ ആരും വേറൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഒരു ഡോക്ടറാണ് എന്നോട് പറയുന്നത്, നമ്മൾക്കിനി ഒരു ബോൺ മാരോ ചെയ്ത് നോക്കാം എന്ന്. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെ ബോൺ മാരോയ്ക്ക് വേണ്ടി ആണ് അബുദാബി ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ മാറ്റി. അബുദാബി ഹോസ്പിറ്റലിൽ ഉച്ചയായപ്പോൾ ഞങ്ങൾ കൊണ്ടുചെന്നു. അവിടെ നിന്ന് ബ്ലഡ് എല്ലാം എടുത്തു. ബ്ലഡ് കളക്ട് ചെയ്ത് അന്ന് കുഞ്ഞിനെ അവിടെ അഡ്മിറ്റാക്കിയത് അന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, കൊച്ചിനെ അഡ്മിറ്റ് ആക്കുന്നത് ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ്, ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് എന്ന്. അപ്പോൾ മുതൽ എനിക്കുള്ള സംശയങ്ങൾ എൻ്റെ വർദ്ധിച്ചു വന്നു. എന്തായിരിക്കാം എൻ്റെ കൊച്ചിൻ്റെ ഡയഗ്നോസിസ്, എൻ്റെ മനസ്സിൽ എനിക്കൊരു സംശയം തോന്നിയത് തന്നെയാണോ എന്ന് എനിക്കങ്ങനെ ഒരു സംശയം എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ അന്ന് കൊച്ചിനെ അഡ്മിറ്റാക്കി. പിറ്റേ ദിവസമാണ് അതിൻ്റെ റിപ്പോർട്ട് ഡോക്ടർ ഞങ്ങളെ അറിയിക്കുന്നത്. പൂർണ്ണമായിട്ടും രോഗനിർണയത്തോടു കൂടിയാണോ ഡോക്ടർ? പൂർണ്ണമായും ഡോക്ടർക്ക് ഇവിടുന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ് ബ്ലഡ് എടുത്തു കഴിഞ്ഞ് ബ്ലഡിൻ്റെ റിപ്പോർട്ട് കണ്ടതേ ഓൺകോളജി ഡോക്ടർക്ക് കൃത്യമായിട്ടും മനസ്സിലായി അത് അസുഖം ഇന്നതാണ് എന്നുള്ളത്. പക്ഷേ അവരന്ന് എന്നോടൊന്നും പറഞ്ഞില്ല. അന്ന് ഞങ്ങൾ അഡ്മിറ്റായി. ഹസ്ബൻഡ് മറ്റു മക്കളുള്ളതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഞാനും മോളും അവിടെ ഹോസ്പിറ്റലിൽ കിടന്നു. പിറ്റേ ദിവസം രാവിലെ ഒരു 7:30 ആയപ്പോൾ തന്നെ ഡോക്ടർ എന്നെ കൗൺസിലിങ്ങിനായിട്ട് വിളിച്ചു. എനിക്ക് മോളുടെ മമ്മിയുടെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചു. ഞങ്ങളെ ഒരു റൂമിൽ കൊണ്ടുപോയി കൗൺസിലിംഗ് എന്ന പോലെ ഇരുത്തി ആദ്യമേ തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, വിഷമിക്കരുത്, ഞാനൊരു കാര്യം പറയാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് വന്നപ്പം തന്നെ ഞാനാകെ എന്തായിരിക്കും എനിക്ക് ഇനി കിട്ടാനുള്ള ഡോക്ടറുടെ മറുപടി എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോളിയുടെ മോൾക്ക് ലുക്കീമിയാണ്, ബ്ലഡിനകത്ത് ക്യാൻസറാണ് എന്നൊരു വാക്ക് മാത്രം ഡോക്ടർ പറയുന്നത് എനിക്ക് നല്ല ക്ലിയറായിട്ട് എൻ്റെ മൈൻഡിൽ, എൻ്റെ മനസ്സിലേക്ക് ഇത് വന്നു. ഞാൻ ടോട്ടലി അപ്സെറ്റായി. എന്ത് ചെയ്യണം എന്നറിയാതെ മാതാവേ ദൈവമേ എന്ന് മാത്രം ഞാൻ വിളിച്ച് ഒരു സെക്കൻഡ് ഞാൻ കണ്ണടച്ചവിടെ അങ്ങിരുന്നു. ഞാൻ ആരോട് പറയും? ഹസ്ബൻഡ് മക്കളുടെ അടുത്ത് ഇന്ന് രാവിലെ മോളുടെ അടുത്തോട്ട് വരുന്നതേ ഉള്ളൂ, ഹോസ്പിറ്റലിലേക്ക് ഓൺ ദ വേയിലാണുള്ളത്. അപ്പോൾ തന്നെ ഡോക്ടർ, ഞാൻ കുറച്ചു നേരം മിണ്ടാതെ അവിടെ ഇരുന്ന് ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞു. അവിടുന്ന് കരഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു, വിഷമിക്കരുത്, ഇതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം എന്ന് പറഞ്ഞ് ഡോക്ടർ ഒത്തിരി ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം എന്നോട് അവിടെ ഇരുത്തി സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. ആദ്യം എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ വിളിച്ചു. ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, നമ്മുടെ മോൾക്ക് ക്യാൻസറാണ് എന്ന് മാത്രം എനിക്ക് പറയാനുള്ള ധൈര്യം ശക്തി എനിക്ക് കിട്ടിയുള്ളൂ. ഞാനത് പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു. പിന്നെ എനിക്ക് എൻ്റെ വിഷമം കാരണം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. ഞാൻ റൂമിനകത്ത് ചെന്നു. മോള് വളരെ ഹാപ്പിയായി. അമ്മ എവിടെ പോയി എന്ന് ചോദിച്ചിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴും മോൾ എന്നോട് ചോദിക്കുന്നു, അമ്മ എവിടെ പോയി, അമ്മയുടെ മുഖം എന്താ മാറിയിരിക്കുന്നത്, അമ്മയ്ക്ക് എന്തോ പറ്റിയല്ലോ, എന്താ അവൾ എന്നോട് ഇങ്ങനെ റിപ്പീറ്റ് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, മോളുടെ ബ്ലഡിനകത്തൊരു ഇൻഫെക്ഷനാണെന്ന് പറയാൻ വേണ്ടി ഡോക്ടർ എന്നെ വിളിച്ചതാണ്. എങ്കിലും എൻ്റെ അകത്ത് മുഴുവനും വിഷമം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അവൾ എന്നോട് ചോദിക്കുന്നതും. ഷെയർ ചെയ്യാൻ പോലും കൂടെ ആരുമില്ല. ഹസ്ബൻഡ് വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ അവളോട് ഇത്രയും പറഞ്ഞു. ഞാൻ മാറി നിന്ന് എനിക്ക് സഹിക്കാവുന്നത് പോലെ ഞാൻ ഒത്തിരി അങ്ങ് കരഞ്ഞു. പിന്നെയും ഇവളെന്നെ കാണാതെ എന്നെ മോളും വിളിക്കുന്നു. അത് സമയം കൊണ്ട് ഹസ്ബൻഡ് വന്നു, ഞങ്ങളുടെ അടുത്ത് വന്നു.
ഹസ്ബൻഡും എന്നെപ്പോലെ തന്നെ എന്ത് ചെയ്യണം എന്താണ് എന്നുള്ള, നമ്മുടെ മോൾക്ക് ക്യാൻസർ എന്ന് കേട്ട് കഴിയുമ്പം ഏതൊരു മാതാപിതാക്കൾക്കും ഉണ്ടാകുന്ന ഒരു ഉൾക്കൊള്ളാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് ഞങ്ങൾക്കും അതേപോലെ അനുഭവിച്ചു. എന്താ ഇനി ഒരു ആശ്രയം ഞങ്ങൾക്ക് ദൈവമല്ലാതെ ഈശോ അല്ലാതെ, ഈശോയാണ് ഞങ്ങളുടെ ആശ്രയം എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ട ഒരു സമയമായിരുന്നു അത്. അങ്ങനെ കൂടുതൽ ഞങ്ങൾ പ്രാർത്ഥനയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനയിലൂടെ അല്ലാതെ, ഈശോയോട് ചേർന്നല്ലാതെ നമ്മൾക്ക് മോളെ ഇനിയും മോൾക്ക് പൂർണ്ണമായ സൗഖ്യം ഈശോയാണ് നമുക്ക് തരേണ്ടത് എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനാ കൂട്ടായ്മകളോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും അവരെല്ലാവരും മോൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥനയിലൂടെ അങ്ങനെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച സമയത്ത് അതിലൊരു ചേച്ചി എന്നോട് പറഞ്ഞു, ചേച്ചിക്ക് ഒരു മെസ്സേജ് കിട്ടി, മാതാവിൻ്റെ ഹൃദയത്തിലൂടെ വാൾ കടക്കും എന്നുള്ള മെസ്സേജാണ് എനിക്ക് മോൾക്ക് തരാനുള്ളത് എന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിക്കണം, മാതാവിൻ്റെ ഹൃദയത്തിലൂടെയുള്ളൊരു വാൾ കടക്കും എന്നുള്ള മെസ്സേജാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെ മാത്രമേ ഇനിയും നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അന്ന് മുതൽ എൻ്റെ മനസ്സിൽ എന്തായിരിക്കാം എനിക്കുള്ള സഹനം എന്നുള്ളതായിരുന്നു എനിക്ക് എൻ്റെ മനസ്സ് മുഴുവൻ. അതിനായിട്ട് ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് എന്ത് സഹനം തന്നാലും എനിക്കത് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകാനുള്ള ശക്തി തരാനായിട്ട് അതിനെ ഞാൻ പൂർണ്ണമായും ഉൾക്കൊണ്ട് ഈശോയോട് ചേർന്ന് മാതാവിനോട് ചേർന്ന് എനിക്ക് മുമ്പോട്ട് പോകാനുള്ള ശക്തി തരാനായിട്ട് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അന്ന്. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെ മാത്രമേ ഒരു നോർമലായി നടന്ന ഒരു പ്രാർത്ഥിച്ചു ഇരുന്ന ഒരു കുടുംബമായിരുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജപമാലകൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി ചെല്ലാൻ തുടങ്ങി. അങ്ങനെ ജപമാലയിലൂടെ മാതാവിനെ പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. മോള് അതേപോലെ തന്നെ മോളോട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. മോൾ പ്രാർത്ഥനയിൽ കൂടുതലും കരുണക്കൊന്തയിലായിരുന്നു മോളുടെ പ്രാർത്ഥന. അവൾ ഒത്തിരി കരുണക്കൊന്ത ചെല്ലുകയും പ്രാർത്ഥിക്കുകയും അവളുടെ സഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്ക് ഒരു കംപ്ലൈൻറ്റും ഇന്ന് വരെ അവൾക്ക് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. എനിക്ക് വയ്യ എന്നോ എനിക്ക് ഇത് പറ്റില്ല എന്നോ എന്തിനാണമ്മ ഇത് ഇത്രയും വിഷമങ്ങളൊക്കെ എനിക്ക് തന്നതെന്നോ ഒന്നും ഇന്ന് വരെ 4 വർഷം കൊണ്ട് അവൾ എന്നോട് ഇന്ന് വരെ ചോദിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ മോളുടെ സന്തോഷം, മോളുടെ ധൈര്യം, മോളുടെ എല്ലാമാണ് ഞങ്ങൾക്കും എനിക്കും എൻ്റെ ഹസ്ബൻഡും ധൈര്യം തന്നു. അതുപോലെ എൻ്റെ ഹസ്ബൻഡ് എന്നെപ്പോലെ തന്നെ ഒത്തിരി ധൈര്യമുള്ള ഒരു ആളാണ്. അപ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഹസ്ബൻഡ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് നിന്ന് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി എടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ മോൾക്ക് യാതൊരു വിഷമങ്ങളും ഞങ്ങൾ കാണിച്ചിട്ടില്ല. വിഷമങ്ങളൊന്നും കാണിക്കാതെ എല്ലാം ദൈവത്തിലർപ്പിച്ച് മാതാവിൽ ശരണം പ്രാപിച്ച് മാതാവിനോട് കൂടെ നിന്ന് ഞങ്ങൾ മുൻപോട്ട് പോയി. ഈ അവസരത്തിൽ എനിക്ക് ഡോളിയോട് ചോദിക്കാനുള്ളത്, ഡോളിയെ എനിക്ക് വളരെ കാലങ്ങളായിട്ട് അറിയാം. ഈ ഹോസ്പിറ്റലിലെ ഷിഫ്റ്റ് ഡ്യൂട്ടിയും വീട്ടിലെ കുഞ്ഞുങ്ങളുടെ പരിപാലനയും അതുപോലെ അബുദാബിക്ക് 2 മണിക്കൂറോളം യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ട്. കുഞ്ഞിനെയും കൊണ്ട് പലപ്പോഴും ഒറ്റയ്ക്കാണ് ഡോളി പോയിക്കൊണ്ടിരുന്നത്. ഇതൊക്കെയും കൂടെ ഡോളി എങ്ങനെയാണ് മാനേജ് ചെയ്തു പോയത്? ലിസി പറഞ്ഞത് തീർച്ചയായും ശരിയാണ്. പല ദിവസങ്ങളിലും ഞങ്ങൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാണ് മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയും കീമോ കൊടുക്കുകയും ട്രീറ്റ്മെൻറ്റ് നടത്തുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മോളുടെ നില ഒത്തിരി വഷളായി. ഹസ്ബൻഡ് എന്നെ വിളിച്ചു. ഞാനും ഹസ്ബൻഡും മോളും കൂടെ രാത്രി തന്നെ ഞങ്ങൾ മോളെയും കൊണ്ട് അബുദാബി ഹോസ്പിറ്റലിലേക്ക് പോയി. പോകുന്ന വഴിക്ക് വെച്ച് കൊച്ചിന് ശ്വാസതടസ്സം ഉണ്ടാവുകയും ഒത്തിരി വഷളാവുകയും ചെയ്തു. അങ്ങനെ വണ്ടി ഞങ്ങളൊരു പെട്രോൾ പമ്പിൽ നിർത്തി. ആ സമയത്ത് ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞ് ആംബുലൻസ് വിളിച്ചു. ആംബുലൻസ് വന്നു.
അതിനിടയ്ക്ക് മോൾക്ക് ശ്വാസതടസ്സം ഉണ്ടാവുകയും ഞാൻ മോൾക്ക് കൃത്യമായി ശ്വാസം കൊടുത്ത് എവിടുന്ന് കിട്ടിയ ധൈര്യം എന്നെ എല്ലാം ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്ക് വന്നു. എൻ്റെ മോൾ എൻ്റെ മടിയിൽ കിടക്കുന്നു, ശ്വാസം പോയി എന്നൊന്നുമല്ല ഞാൻ വിചാരിച്ചത്. എനിക്ക് എൻ്റെ മടിയിലൊരു രോഗി കിടക്കുന്നു, എൻ്റെ കുഞ്ഞ് ശ്വാസമില്ല, ഞാൻ കൃത്രിമ ശ്വാസം എല്ലാം എനിക്കറിയാവുന്ന എല്ലാം ഞാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ കൊച്ചിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഞാൻ ആംബുലൻസിൽ ഇരുന്ന് മോളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ അബുദാബിയിലാണ്. അബുദാബിയുടെ പകുതി വഴിയേ എത്തിയിട്ടുള്ളൂ. അബുദാബിയിലെ ഡോക്ടറെ ഞാൻ വിളിച്ചു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഡോളി ഒന്നും പേടിക്കേണ്ട, പെട്ടെന്ന് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്ക്, ഞാൻ ഇപ്പോൾ എത്താം എന്നൊറ്റ വാക്ക് മാത്രം, ആ ഒരു വാക്ക് എന്നോട് പറഞ്ഞുള്ളൂ. ഞാൻ ഹോസ്പിറ്റലിലെത്തി. മോൾക്ക് അവർ വേണ്ട അർജൻറ്റായിട്ടുള്ള എല്ലാ ചികിത്സകളും അവിടെ നിന്ന് കൊടുത്തു. ആ സമയം കൊണ്ട് ഡോക്ടർ അരമണിക്കൂറിനുള്ളിൽ ഡോക്ടർ അബുദാബിയിൽ നിന്ന് മോളുടെ അടുത്ത് ഹോസ്പിറ്റലിലെത്തി അവിടെ നിന്ന് വേണ്ടിയ എല്ലാ ചികിത്സകളും ചെയ്ത് അങ്ങനെ അവളെ അവിടുന്ന് അബുദാബി ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ICUയിൽ അഡ്മിറ്റാക്കി. അവൾക്ക് അവിടെ വെച്ച് തീവ്രമായിട്ട് ശ്വാസതടസ്സം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, ഞാൻ മരിക്കാൻ പോവാ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഉടനെ തന്നെ ഇൻറ്റുബേറ്റ് ചെയ്തു, വെന്റിലേറ്ററിൽ കിടത്തി. ആ അവസ്ഥ ഇപ്പോഴും എനിക്കത് മനസ്സിൽ പോലും എനിക്ക് ആലോചിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കുഞ്ഞിൻ്റെ അവസ്ഥ. കാരണം ഞാൻ ICU ജോലി ചെയ്യുന്ന ഒരാൾ ഇതെല്ലാം കണ്ട് എനിക്ക് എന്താണ് ഇനിയും എന്നുള്ളതിനെക്കുറിച്ചാണ് എൻ്റെ വിഷമങ്ങളും വേദനകളും. അപ്പോൾ ഞാൻ വിചാരിച്ചു, യേശുവേ, അന്ന് എനിക്ക് ചേച്ചി പറഞ്ഞു തന്ന ഒരു വചനം, മാതാവിൻ്റെ ഹൃദയത്തിലൂടെ വാൾ കടക്കും എന്ന ആ വചനം, എനിക്ക് എൻ്റെ ഹൃദയത്തിലൂടെയുള്ള വാൾ ഇതായിരുന്നു, എൻ്റെ മോൾക്ക് ഇൻറ്റുബേറ്റ് ചെയ്യുകയും വെന്റിലേറ്ററിൽ കിടത്തുക എന്നുള്ളതായിരുന്നു എന്ന് എൻ്റെ മനസ്സിലേക്ക് അപ്പോൾ കടന്നു വന്നു. ഞാൻ അപ്പോൾ തന്നെ ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവിൻ്റെ അടുത്ത്. മാതാവേ, എനിക്ക് എല്ലാത്തിനുമുള്ള ഒരു ശക്തി തരിക, സഹിക്കാനുള്ള ശക്തി തരിക, സഹനം. അതിനുവേണ്ടി ഞാൻ ആത്മാർത്ഥമായി മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുടുംബക്കാരും എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി 4 ദിവസം കഴിഞ്ഞ് മോള് എക്സ്റ്റുബേറ്റ് ചെയ്ത് അന്ന് മോള് കണ്ണു തുറന്ന ആദ്യം എന്നെ വിളിച്ച അമ്മ എന്ന് ചോദിച്ചത്, ആദ്യം എന്നോട് പറഞ്ഞത്, അമ്മ എന്നെ ആരോ വിളിച്ചു അമ്മ, ഞാൻ അങ്ങനെ എണീറ്റു, അമ്മ എന്നെ വിളിച്ചായിരുന്നോ? ഞാൻ പറഞ്ഞു, ഇല്ല മോളെ, അമ്മയല്ല വിളിച്ചത്, അമ്മയും പപ്പയും ഈ ലോകത്തുള്ള ജനങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുടെ ഫലമായി മാതാവാണ് മോളെ വന്ന് തൊട്ട് വിളിച്ചത്. നമ്മളുടെ പ്രാർത്ഥനയുടെ ഫലമായി മാതാവ് മോളെ വിളിച്ചെണീപ്പിച്ചതാണ്. മോൾക്കൊരു കുഴപ്പമില്ല, മോൾ സുഖമായി എന്ന് ഞാൻ അന്ന് മോളോട് പറയുകയും അങ്ങനെ മോളെ അവിടുന്ന് ICUയിൽ നിന്ന് റൂമിലേക്ക് മാറ്റി. മോളെ അവിടെ ഒരു 10 ദിവസത്തോളം മോളവിടെ അഡ്മിറ്റായിരുന്നു അന്ന്. ഡോളി പിന്നീട് പലതവണ കീമോതെറപ്പിയിലൂടെയും ബോൺമാരോ ട്രാൻസ്പ്ലാന്റിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ മോളുടെ അവസ്ഥ എന്തായിരുന്നു? മോൾക്ക് കീമോതെറാപ്പി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. കീമോതെറാപ്പി ചെയ്യുന്നതിൽ അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടോ വേദനകളോ അവൾ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും അവൾക്ക് കീമോതെറാപ്പിക്ക് വേണ്ടിയിട്ട് നട്ടെല്ലിന് ഇഞ്ചക്ഷൻ കീമോതെറാപ്പി ഉണ്ട്, അത് കൊടുക്കാൻ വേണ്ടി അവളെ ഏകദേശം 15 പ്രാവശ്യത്തോളം ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയിട്ടാണ് കീമോതെറാപ്പി നട്ടെല്ലിന് കൊടുത്തുകൊണ്ടിരുന്നത്. ഓരോ പ്രാവശ്യം കൊണ്ടുപോകുമ്പോഴും ഞങ്ങൾ പുറത്തിടുന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങളും ഒരു കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോയ അവസ്ഥയായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അവിടുന്ന് പിന്നെ ഞങ്ങൾ കുഞ്ഞിനെ ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് നാട്ടിൽ കൊണ്ടുപോയി. നാട്ടിൽ ചെന്ന് ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു. അവൾ ഒത്തിരി ആക്റ്റീവായിരുന്ന ഒരു സമയമായിരുന്നു ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷന് പോകുന്ന സമയം. കീമോ എല്ലാം കൊടുത്ത് കഴിഞ്ഞു. അവിടെ ചെന്ന് കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, 4 ദിവസം റേഡിയേഷൻ കണ്ടിന്യൂസ് 2 പ്രാവശ്യം കൊടുത്തു. അതോടെ അവൾ തളർന്നു റേഡിയേഷൻ കഴിഞ്ഞപ്പോൾ. പിന്നെ അതിനെ തുടർന്നാണ് ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് ഒരു 3 ദിവസത്തേക്ക് അവൾ ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ട്രാൻസ്പ്ലാന്റേഷനോട് അനുബന്ധിച്ചുള്ള കോംപ്ലിക്കേഷൻ ഒരു 4 ദിവസം കഴിഞ്ഞപ്പം അവളെ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നു, മോൾ ഓക്കെ ആകുന്നു, തിരിച്ചു വരുന്നു പെട്ടെന്ന് തന്നെ എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞുള്ള കോംപ്ലിക്കേഷനായിരുന്നു മോൾക്ക് ഒത്തിരിയും വേദനകളിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടം. അന്ന്
ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞ് മോൾക്ക് ഓരോ അവയവത്തെയും കോംപ്ലിക്കേഷൻ അവൾക്ക് ബാധിച്ചു. കിഡ്നിക്ക് ബാധിച്ചു. മുട്ടിന് ഇപ്പോഴും മുട്ട് വേദനകളിലൂടെയാണ് അവളിപ്പോഴും നടക്കുന്നത്. കണ്ണിന്, തൊലിക്ക്, അങ്ങനെ പല അവയവങ്ങളിലും അവളെ കോംപ്ലിക്കേഷൻ, ഈ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഭാഗമായുള്ള കോംപ്ലിക്കേഷൻ അവൾ അനുഭവിച്ചു. എന്നിരുന്നാലും അവൾ അതെല്ലാം സഹിച്ച് പ്രാർത്ഥനയിലൂടെ അതെല്ലാം സഹിക്കാനുള്ള ശക്തി അവൾക്ക് മാതാവ് കൊടുത്തു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ബോൺമാരോ ട്രാൻസ്പ്ലാന്റിന് നിങ്ങൾ വെല്ലൂരായിരിക്കുന്ന അവസരത്തിൽ നഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മ നിങ്ങളുടെ ഭവനത്തിൽ വരികയും മോളുടെ റൂമിലിരുന്നുകൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ സ്കൈപ്പ് വഴിയായിട്ട് ഡോളിയും മോളും പങ്കുചേർന്നത് അത് ഒരു പ്രത്യേക അനുഭവമായിരുന്നു. കാരണം അന്ന് മോള് ഒരു ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് കോംപ്ലിക്കേഷനുള്ള അവസ്ഥയിലായിരുന്നു. അന്നിവിടെ പ്രാർത്ഥന നടത്തി. മോള് നാട്ടിലാണെങ്കിലും ഇവിടെയുള്ള നമ്മളുടെ നേഴ്സസ് മിനിസ്ട്രിക്കാർ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ച് മോൾക്ക് വേണ്ടി അവളുടെ റൂമിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്കുണ്ടായ ഒരു സന്തോഷം, പ്രാർത്ഥന എത്രത്തോളം മോൾക്ക് കിട്ടാമോ അത്രത്തോളം പ്രാർത്ഥന മോൾക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള ഒരു മനസ്സിന് നമ്മൾക്ക് ഒരു സന്തോഷമായിരുന്നു ഞങ്ങൾക്കൊന്നുണ്ടായിരുന്നത്. ഏശയ്യ 43:2 വചനം പറയുന്നു, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. പലപ്പോഴും ഞങ്ങൾ തളർന്ന അവസ്ഥയിലും അവളുടെ സ്നേഹം, അവളുടെ പ്രാർത്ഥന, അവളുടെ ധൈര്യം, ഇതാണ് ഞങ്ങൾക്ക് ബലം തന്നുകൊണ്ടിരുന്നത്. മാർട്ടീന മോള് വന്നല്ലോ. മാർട്ടീന മോളെ, എന്തുണ്ട് വിശേഷം? ഒന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. ഏത് ക്ലാസ്സിലാണ് ഇപ്പോൾ പഠിക്കുന്നത്? 9-ാവേണ്ടതാ, പക്ഷെ എത്തിയില്ല. സങ്കടമുണ്ടോ? ഇല്ല. പരീക്ഷയൊക്കെ കഴിഞ്ഞോ? നടന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. മമ്മി ഞാനും സംസാരിച്ചിരിക്കുമായിരുന്നു. മോൾക്കൊരു അസുഖം ഉണ്ടായിരുന്നുവെന്നും മോൾ ഒരു പരാതിയും കൂടാതെ എല്ലാം ഒത്തിരി സന്തോഷത്തോടു കൂടി മോള് മമ്മിയോട് സഹകരിച്ചെന്നും മോള് മെഡിസിനൊക്കെ കഴിക്കുമ്പോഴൊന്നും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല എന്ന് മമ്മി പറയുന്നുണ്ടായിരുന്നു. മോൾക്ക് നല്ല ധൈര്യമായിരുന്നെന്ന്. ആണോ? അതെ. ഓക്കെ. മോൾക്ക് ഈ അസുഖം ഉണ്ടെന്ന് മോൾ എപ്പോഴാണ് അറിഞ്ഞേ? ഞാൻ സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കിത് കിട്ടിയത്. അപ്പം എനിക്കൊരു ചെറിയ പനിയായിട്ടാണ് വന്നത്. പനി കഴിച്ചിട്ട് ഞാൻ സ്കൂൾ ക്ലിനിക്കിൽ പോയിട്ട് നേഴ്സായിട്ട് എനിക്കൊരു ഗുളിക തന്നു പനി പോകാൻ. അത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പനി പോയി. പിന്നെയും കയറി വന്നു. പിന്നെയും ആണെങ്കിൽ പനി പിന്നെയും വന്നിട്ട് പിന്നെ ടാബ്ലറ്റ് തന്നു, പിന്നെയും പോയി. പിന്നെ ആണെങ്കിൽ ഇതെന്താന്ന് നോക്കാൻ വേണ്ടി അമ്മ എൻ്റെ ബ്ലഡ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് അത് ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് എന്നെ കുറേ ഗുളിക എന്നെ കൊണ്ട് കഴിപ്പിച്ചു. അപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ കളിക്കാൻ പോകുമ്പോഴാണ് ഞാൻ അമ്മ അയച്ചൊരു മെസ്സേജ് ഞാൻ കണ്ടത്. അത് എൻ്റെ മോൾക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന്. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. തനിയെ കണ്ടുപിടിച്ചു അല്ലേ? ഓക്കെ. മോള് ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ഒത്തിരി നാൾ അഡ്മിറ്റ് ആയിരുന്നില്ലേ? അപ്പോൾ ഒന്നും ചെയ്യാനില്ലാതെ അവിടെ ഇരിക്കുമ്പോൾ സ്കൂളിൽ പോകാനും പറ്റില്ല, പഠിക്കാനും പറ്റുന്നില്ല. ഒന്നും ചെയ്യാണ്ട് ഈ ബെഡിലിരിക്കുമ്പോൾ മോൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? എങ്ങനെയാണ് സമയം ചെലവഴിച്ചേ? പപ്പയും മമ്മിയും എനിക്ക് കുറേ സാധനങ്ങൾ എനിക്ക് വരയ്ക്കാൻ വേണ്ടി തന്നായിരുന്നു. പക്ഷെ എനിക്ക് ഒന്നും വരയ്ക്കാൻ അറിയില്ലായിരുന്നു. ഒരു സർക്കിൾ പോലും വരയ്ക്കാൻ അറിയില്ല. അപ്പോൾ ആ സമയത്താണ് ഗോഡ് എനിക്കൊരു ടാലൻറ്റ് തന്നത്. വരയ്ക്കാനുള്ള ഒരു ടാലൻറ്റ് എനിക്ക് തന്നു. അതോടെ ഞാൻ തുടങ്ങി, എനിക്ക് കുറേ പിക്ചേഴ്സ് ഞാൻ വരയ്ക്കാൻ തുടങ്ങി. മോൾ ഒത്തിരി പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ടല്ലേ? അതെ. കുറേ പടങ്ങളൊക്കെ ആൻറ്റി കണ്ടിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട്. താങ്ക് യു. മോളെപ്പോലെ അസുഖമുള്ള ഒത്തിരി കുട്ടികളെ ഒരു പക്ഷേ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? അവർക്കൊക്കെ വേണ്ടി മോൾ എന്താ ചെയ്തിട്ടുള്ളത്? അവരാണെങ്കിൽ അവർക്ക് പേടിയുണ്ടായിരുന്നു. അവർ ട്രാൻസ്പ്ലാന്റ് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഭയങ്കര പേടിയായിരുന്നു. അത് എന്ത് സംഭവിക്കും, വേദന എടുക്കുമോ, എന്തെങ്കിലും പറ്റുമോ എന്ന് പേടിയുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരുമായിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പം ഞാൻ അവരോട് പറയുമായിരുന്നു, അത് ഈശോയിൽ വിശ്വസിച്ചാൽ മതി, ബാക്കിയെല്ലാം ഈശോ നടത്തി തരും. അവർക്കൊക്കെ വലിയ ധൈര്യം കൊടുത്ത ആളാണല്ലേ? ഡോളി, ജീവിതത്തിൽ സഹനങ്ങളുമായിട്ട് കടന്നു പോകുന്ന ഒരുപാട് അമ്മമാർ ഈ ലോകത്തുണ്ടാവാം. അവരോടൊക്കെ ഡോളിക്ക് എന്താ പറയാനുള്ളത്? ഒരു അമ്മ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും അസുഖങ്ങൾ വരാം. എന്നാൽ നമ്മുടെ മക്കൾക്ക് അസുഖങ്ങൾ വരുന്നത് ഒത്തിരി വേദനാജനമായ കാര്യമാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് ഈശോയോട് പ്രാർത്ഥിച്ച് സഹനത്തിലൂടെ ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ എല്ലാ സഹനങ്ങളെയും സ്വർഗത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുപോലെ സഹനത്തിലൂടെ ജീവിക്കുന്ന ഓരോരുത്തർക്കും സഹിക്കുവാനുള്ള ശക്തി തരട്ടെ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. This is time.
റോമാലേഖനം 8-ാം അധ്യായം 18-19 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസാരമെന്ന് ഞാൻ കരുതുന്നു. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ഡോളിയും കുടുംബവും സഹിക്കുന്ന കുരിശിന്റെ വഴി നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണല്ലേ. ഉദ്ധാനത്തിന്റെ മഹത്വം ഈ കുടുംബത്തിലും ഇതുപോലെ മറ്റനേകം കുടുംബത്തിലും അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയുള്ള നമ്മുടെ പ്രാർത്ഥനയിൽ മാർട്ടീന മോളും ഉണ്ടായിരിക്കട്ടെ. ഇതുപോലെ വേദന അനുഭവിക്കുന്ന, രോഗങ്ങൾ അനുഭവിക്കുന്ന എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി മാറട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.